ചരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഈ ദിവസം ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ധാരാളമായി നമുക്കെങ്ങനെ അനുഭവിക്കാൻ സാധിക്കുമെന്ന നേർക്കാഴ്ച ജൂലൈ 30 വലിയൊരു ദുരന്തം. മാധ്യമങ്ങളിൽ ചൂരൽമലയിലെ സംഭവങ്ങൾ, അതിദാരുണമായ കാര്യങ്ങൾ വരുമ്പോൾ വിലങ്ങാട് സംസ്കരിക്കപ്പെടുന്നതായിട്ട് അനുഭവപ്പെട്ടു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളും സർക്കാരും വിലങ്ങാടിനെ കൂടി വയനാടിനോടൊപ്പം ചേർക്കുമ്പോൾ കൃതജ്ഞതയുടെ, നന്ദിയുടെ, സ്നേഹത്തിൻ്റെ പങ്കുവെക്കൽ മാത്രമാണ് ഈ നിമിഷം വ്യക്തിപരമായി എനിക്കുള്ളത്. ദുരന്തം നടന്ന 2 ദിവസത്തേക്ക് ഇവിടെ കടന്നു വരാൻ സാധിക്കുമായിരുന്നില്ല. ഏറ്റവും അടുത്ത ദിവസം ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഈ ദേവാലയത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുകയാണ്. എന്താണ് എല്ലാം നഷ്ടപ്പെട്ട സഹോദരങ്ങളോട് പറയുക? ആകുലത നിറഞ്ഞ, ഉത്കണ്ഠ നിറഞ്ഞ നിമിഷങ്ങൾ. പ്രായമായ ഒരു വീട്ടമ്മ, ഒരമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, പിതാവേ, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, ഇതുവരെയുള്ള സമ്പാദ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു. കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അവർ പറയുന്ന നിമിഷം പെട്ടെന്ന് കണ്ണുനീർ അടക്കിക്കൊണ്ട് അവരെന്നോട് പറഞ്ഞു, എല്ലാം പോയാൽ എന്താണ്, പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചില്ലേ? എത്ര ഒരു പ്രത്യാശയുടെ ഒരു സന്ദേശമായിരുന്നു അമ്മ ആ സമയം വ്യക്തിപരമായിട്ട് എനിക്ക് നൽകിയത്. അതുവരെയുള്ള സമ്പാദ്യം എല്ലാം ഒലിച്ചു പോകുന്നത് നേരിട്ട് കണ്ട ആ അമ്മച്ചി എന്നോട് പറയുകയാണ്, പരിശുദ്ധ അമ്മ ജീവൻ നൽകിയല്ലോ എന്ന്. കൂടിയിരുന്ന എല്ലാവരോടുമായിട്ട് പങ്കുവെക്കാൻ എനിക്കൊരു വലിയൊരു പ്രചോദനം നൽകിയത് അമ്മയുടെ വാക്കുകളാണ്. ഭയപ്പെടേണ്ട, ദൈവം നമ്മുടെ കൂടെയുണ്ട്, അവിടുന്ന് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, സഭ ഒന്നിച്ച് സമൂഹം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും, എല്ലാറ്റിനും ദൈവം മറുപടി കണ്ടെത്തിയിട്ടുണ്ട് എന്ന സന്ദേശം അവർക്ക് ഞാൻ നൽകി. എങ്കിലും എങ്ങനെ ഇത് സാധിക്കുമെന്ന് കരുതി. എന്നാൽ സുമനസ്സുകളായിട്ടുള്ള എല്ലാവരുടെയും വലിയ പിന്തുണ നമുക്ക് ലഭിച്ചു. അവരുടെ എല്ലാം പേരുകളും സാഹചര്യങ്ങളും എല്ലാം ഇവിടെ വിവരിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. കൃതജ്ഞതയോടുകൂടി വ്യക്തിപരമായിട്ട് ഞാൻ നിൽക്കുക. എല്ലാവരുടെയും, സമൂഹത്തിൻ്റെ മുഴുവൻ നാനാജാതി മതസ്ഥർ എല്ലാവരെയും ഞാൻ ഈ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ഇക്കാര്യം പങ്കുവച്ചപ്പോൾ തീർച്ചയായിട്ടും മന്ത്രിമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. വിലങ്ങാടിനെയും വയനാടിനെ ചൂരൽമലയിലുള്ള അതേ സമീപനം തന്നെ ഞങ്ങൾക്കുണ്ടാകും, സഹായിക്കും. ഒരിക്കലും മറന്നില്ല, നിരവധി ആളുകൾക്ക് 15 ലക്ഷം രൂപ സർക്കാർ നൽകി. നന്ദിയോട് ഓർക്കുകയാണ്. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ വാടക സർക്കാരാണ് നൽകിയത്. ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാം സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. പ്രത്യേകമായി സർക്കാരിനെ ഓർക്കുന്നു. MLA ആയിരുന്ന ശ്രീ വിജയൻ നന്ദിയോടുകൂടി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എല്ലാവരെയും നന്ദിയോടുകൂടി ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. KCBCയുടെ വലിയൊരു പിന്തുണ. ഡിസംബർ മാസം KCBC ഒരുമിച്ച് ചേരുമ്പോൾ ദുരന്തമുഖത്തായിരിക്കുന്ന പാവങ്ങളെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും? സഭയ്ക്ക് വലിയൊരു ദൗത്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇക്കാര്യം അവതരിപ്പിച്ചപ്പോൾ
ഒരുമയോടുകൂടി സഹായിച്ചു. പ്രിയങ്കരനായ KCBC അന്നത്തെ പ്രസിഡന്റ് മാർ ബസേലിയോസ് മാർ ക്ലീമിസ് പിതാവിനോടും ജസ്റ്റിസ് കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന പുളിക്കൽ പിതാവിനോടും സഹപ്രവർത്തകരോടുമുള്ള വലിയ കൃതജ്ഞത ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു വീടിന് 10 ലക്ഷം രൂപ നൽകാം, അങ്ങനെ 41 വീടുകൾക്കുള്ള സഹായം നൽകാമെന്ന് ഉറപ്പ് നൽകിയപ്പോൾ അത് വലിയ ഒരു ആശ്വാസമായി. നമുക്കത് സാധിക്കും. പ്രതിസന്ധികളെ നേരിടാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അഭിമന്യ പിതാക്കന്മാരുടെ രൂപത്തിൽ ശ്രീ ഹുസൈൻ മടവൂ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ഒരിക്കലും മറന്നു പോവുകയില്ല. അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എത്രയോ സന്തോഷം നൽകുന്നതാണ്. ജാതിയിലേക വർണ്ണമൊഴുകും രുധിരത്തിലും ജാതിയില്ലല്ലോ പുളിപ്പാർന്ന കണ്ണീരിലും എന്ന കവിവാക്യം എത്ര അന്വർത്ഥമാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം. ഈ സമ്മേളനത്തിൽ ഞാൻ വരാം, ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ളത് സാമ്പത്തികമായ ഒരു സഹായം എന്നതിനേക്കാൾ സാംസ്കാരിക കേരളം മതേതരത്വം നിലനിർത്തുന്നതിന് അനിവാര്യമാണെന്ന എത്രയോ വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകിയത്. അങ്ങയോടുള്ള കൃതജ്ഞത, അങ്ങയുടെ സഹപ്രവർത്തകരുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് ഇതിനു മുൻപ് ഇവിടെ 2019 വീട് നഷ്ടപ്പെട്ടു പോയപ്പോൾ 1 ഏക്കർ സ്ഥലം വാങ്ങി ഒരുമിച്ചായിരുന്നു വീടുകൾ നിർമ്മിച്ച് നൽകിയത്. എന്നാൽ അതിനേക്കാൾ ഭംഗിയായിട്ടുള്ളത്, കാര്യക്ഷമമായിട്ടുള്ളത് വ്യക്തിപരമായി അവർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ സ്ഥലം കണ്ടെത്തുക, വീട് നമുക്ക് നിർമ്മിച്ച് നൽകാം എന്ന നിർദ്ദേശമായിരുന്നു. അത് വീട് നഷ്ടപ്പെട്ടു പോയ എല്ലാവരും തന്നെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും അവർക്ക് താമസിക്കാൻ ആവശ്യമായ സ്ഥലം അത് രൂപതയുടെ വിവിധ സ്ഥലങ്ങളിലായും രൂപതയ്ക്ക് പുറത്തായും അവർ കണ്ടെത്തി. അവിടെയെല്ലാം അവരെ സഹായിച്ചുകൊണ്ടാണ് 70 വീടുകൾ നമ്മൾ പൂർത്തിയാക്കിയത്. നമുക്ക് ഈ ദുരന്തമുഖത്ത് ദുരന്തമുണ്ടായി എന്നറിഞ്ഞപ്പോഴേ ഞാൻ ആദ്യം വിളിച്ചത് വിലങ്ങാട് ഫൊറോന വികാരി ബഹുമാനപ്പെട്ട വിൽസനച്ചനാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളെല്ലാം നോക്കിക്കൊള്ളാം. ഇപ്പോൾ പിതാവ് ഇങ്ങോട്ട് വരണ്ട, വന്നാൽ ഇങ്ങോട്ട് കടന്നു പോകാൻ തന്നെ സാധിക്കുകയില്ല, കൂടുതൽ ബുദ്ധിമുട്ടാകും. കടന്നു പോകാൻ സാധിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കാം, ഞങ്ങൾ നോക്കിക്കൊള്ളാം. തീർച്ചയായിട്ടും അച്ഛൻ ആദ്യന്തം ഈ വലിയ പരസഹായ പ്രവർത്തനങ്ങളുടെ മുൻപിലുണ്ടായിരുന്നു. വീടുകളെ കണ്ടെത്തുന്നതിന്, തുടർന്ന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിന് എപ്പോഴും അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് മഞ്ഞക്കുന്ന് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട മറ്റപ്പിള്ളി അച്ഛൻ, പിന്നീട് കടന്നു വന്ന പ്രിയപ്പെട്ട ബോബി അച്ഛൻ, എല്ലാവരും ഒരുമിച്ച് ഒരു ഹൃദയം ഒരു ആത്മാവും എന്നതുപോലെ ഈ പ്രദേശത്തുള്ള എല്ലാവരും അതിന് സഹായിച്ചതുകൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എങ്ങനെയാണ്, ആർക്കാണ് വീട് നഷ്ടപ്പെട്ടു പോയതെന്ന് നമുക്ക് ഒരു പഠനം നടത്തണം. KCYM പ്രവർത്തകർ രൂപതയുടെ മുഴുവനും ശക്തിയായിട്ട് ഈ പ്രദേശത്തേക്ക് കടന്നു വന്നു. അവർ സാധിക്കുന്ന വീടുകളിലെല്ലാം കടന്നു ചെന്നു. എവിടെയൊക്കെ സഹായം ആവശ്യമുണ്ടോ അവിടെയെല്ലാം ആ ചെറുപ്പക്കാരുടെ സാന്നിധ്യവും സമർപ്പണവും ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. അവരൊരു വലിയ കരുത്തായിരുന്നു. കണ്ണീരൊപ്പുന്ന നിമിഷങ്ങളിൽ അവർ കൂടെ ഉണ്ടായിരുന്നു, ഒട്ടും മാറി നിന്നില്ല. കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ്. KCBCയുടെ പ്രവർത്തനം. അതോട് പ്രിയപ്പെട്ട മാവുങ്കലച്ചൻ, ഞാനിവിടെ വ്യക്തിപരമായി സന്ദർശിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം അവസരത്തിൽ അച്ഛൻ ഇവിടെ കടന്നു വന്നു, എല്ലാം നിരീക്ഷിച്ചു. ആവശ്യമായ പിന്തുണകളെല്ലാം അച്ഛൻ നൽകി. എത്രയോ നന്ദിയോടുകൂടിയാണ് അച്ഛനെ ഓർക്കുക. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്, വലിയ ശക്തി നൽകുന്നതാണ്. KCBCയുടെ സെക്രട്ടറി തോമസ് തറയിലച്ഛന് പ്രത്യേകമായി ഈ ദിവസം, ഇതിനു മുൻപും പല പ്രാവശ്യം ഇവിടെ കടന്നു വന്നു. ഇത്രയോ വലിയൊരു താല്പര്യമാണ് കത്തോലിക്ക സഭ KCBC പങ്കുവെക്കുന്നതിൻ്റെ നല്ലൊരു അടയാളം തന്നെയാണ് അച്ഛൻ്റെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും. പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്.
ഇതിനു മുൻപും പലതവണ അച്ഛൻ ഇവിടെ വന്നു. ഇനി ഈ സമാപന സമ്മേളന ദിവസവും കടന്നു വരാൻ വലിയ സഹായം നൽകിയല്ലോ. അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. വിവിധ രൂപതകൾ, സന്യാസ സമൂഹങ്ങൾ എല്ലാവരുടെയും സഹായം. 41 വീടുകൾ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ പിന്നീട് ആവശ്യം നമ്മൾ സർവേയുടെ അപ്പുറത്തായിട്ട് ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ 70 വീടുകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇനിയും ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നാം അവസാനിപ്പിക്കുന്നില്ല. എല്ലാവരുടെയും ആവശ്യങ്ങൾ നാം കാണും. ഇനിയും വീടുകൾ നാം വെച്ചു നൽകും. എങ്ങനെയാണ് ഇത് സാധിക്കുക? സുമനസ്സുകളെ സമീപിക്കുകയാണ്. അവരെല്ലാം വലിയ സന്തോഷത്തോടുകൂടി ഇങ്ങനെയുള്ള ആവശ്യങ്ങളിൽ സഹായിക്കുകയാണ്. 8 വീടുകൾ കൂടി നിർമ്മിച്ച് നൽകുവാനുള്ള ക്രമീകരണങ്ങൾ പ്രത്യേകമായിട്ട് നടത്തിയിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പ്രത്യേകമായിട്ട് വിവിധ സന്യാസ സമൂഹങ്ങളിൽ CMI സന്യാസ സമൂഹം ബിജുവച്ചൻ പ്രൊവിൻഷ്യൽ ബിജുവച്ചനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും കൂടിയുണ്ട്. 8 വീടുകളാണ് CMI സന്യാസ സമൂഹം മാത്രമായിട്ട് നമുക്ക് നിർമ്മിച്ച് നൽകുന്നത് വിവിധ സ്ഥലങ്ങളിലായിട്ട്. എത്രയോ നന്ദിയാണ്. ജീസസ് യൂത്തിൻ്റെ പ്രവർത്തകർ വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, നിങ്ങളുടെ കണ്ണുനീരിൽ ഞങ്ങളുടെ ത്യാഗവും കൂടി ചേരും. ഞങ്ങൾ മാറി നിൽക്കുകയില്ല. പ്രാർത്ഥന മാത്രമല്ല, പ്രവർത്തനത്തിലൂടെയാണ് അത് പങ്കുവെക്കപ്പെടുക എന്ന് ജീസസ് യൂത്ത് എപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ്. അത് അവരുടെ വലിയ സാന്നിധ്യം നമുക്കിവിടെ ഉണ്ടാകുമ്പോൾ വ്യക്തിപരമായി എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. കേരളത്തിലെ സുപ്പീരിയർ സിസ്റ്റേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ ACMSൻ്റെ ഏറ്റവും പ്രധാന ഭാരവാഹി സിസ്റ്റർ ആർദ്രയുടെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട്. അവരെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഇവിടെ കടന്നു വന്നു, നേരത്തെ തന്നെ ഇവിടെ കടന്നു വന്നു. നമുക്ക് വലിയ സഹായം നിരവധി മേഖലകളിൽ നമുക്ക് നൽകി എന്നുള്ളത് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ചക്കാലകളിൽ പിതാവ് ഇനിയും വീടുകൾ ആവശ്യമുണ്ടെന്ന് ആളുകൾ വന്നപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ പിതാവിനെ സമീപിച്ചു. പിതാവേ, ഇനിയും ആളുകളുണ്ട്. പിതാവ് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് സ്നേഹത്തിൻ്റെ ഒരു സാന്ത്വനം എത്രയോ എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. പിതാവ് അത്ര വലിയ സഹായമാണ് ചെയ്തത്. അതുകൊണ്ട് വീണ്ടും ആളുകൾ കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ട പാമ്പ്ളാനി പിതാവ് എറണാകുളം അതിരൂപതയുടെ ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവ്, എറണാകുളം രൂപതയിൽ നിന്ന് നമുക്ക് സാമ്പത്തിക സഹായം കിട്ടാനുള്ള സാധ്യതകളുണ്ടോ? അദ്ദേഹം 10 വീട് അദ്ദേഹത്തിന് 10 വീടുകൾക്കുള്ള പണം ഏകദേശം 1 കോടി രൂപയിലധികം സഹായിക്കാൻ പിതാവിൻ്റെ ഇടപെടലായിരുന്നു നമുക്ക് സാധിച്ചത്. ഞങ്ങൾ എങ്ങനെയാണ് നന്ദി പറയുക എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം നമ്മുടെ 41 വീടുകളായിരുന്നു ആദ്യം. എന്നാൽ കൂടുതൽ ആളുകൾ കടന്നു വരുമ്പോൾ അവർക്ക് വീട് നൽകണം എന്നാവശ്യപ്പെടുമ്പോൾ വീണ്ടും ആളുകളെ സമീപിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമുക്ക് 70 എന്നുള്ളത് 78ലേക്ക് കടന്നു പോകാൻ പ്രത്യേകമായിട്ട് സാധിക്കുന്നത് എന്നുള്ളത്. അപ്പസ്തോലിക് കാർമൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജസീന നമ്മുടെ കൂടെയുണ്ട്. വളരെ വാത്സല്യത്തോടു കൂടിയാണ് ഒരു സഹായം എന്നതിനേക്കാൾ ഈ ദുരന്തമുഖത്ത് ഞങ്ങളുമുണ്ട്. ഇതൊരു കരുതലാണ് സിസ്റ്ററിന് ഉള്ളത്. ആ വലിയ സ്നേഹം അതൊരിക്കലും ഞങ്ങൾക്ക് മറന്നു പോകാൻ സാധിക്കുകയില്ല. വിവിധ രൂപതകളിൽ നിന്നാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സാന്നിധ്യം, അതോടൊപ്പം വിവിധ രൂപതകളിൽ നിന്നുള്ള അഭിമന്യ പിതാക്കന്മാർ, യൂറോപ്പിൽ നിന്ന് ചെറുപ്പണത്ത് പിതാവിൻ്റെ സാന്നിധ്യം, USA നിന്ന് ജോയി ആലപ്പാട്ട് പിതാവിൻ്റെ സാന്നിധ്യം, ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഒളി കണ്ണുകാടൻ പിതാവിൻ്റെ സാന്നിധ്യം, കണ്ണൂരിൽ നിന്ന് അലക്സ് പിതാവ്, അങ്ങനെ അഭിമന്യ പിതാക്കന്മാരുടെ എല്ലാവരുടെയും സാന്നിധ്യം. സാധിക്കുന്ന എല്ലാവരും അവർ സഹായം നൽകി അവരോട് കടന്നു വരണം, വീടുകൾ വെഞ്ചിരിക്കണമെന്നെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ അവരെല്ലാം നമ്മെ സഹായിച്ചു, നമ്മുടെ കൂടെ ആയിരുന്നു. എപ്പോഴും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പുതിയ സർക്കാർ രൂപീകൃതമാകും ഉടൻ തന്നെ. നമുക്ക് സങ്കടമുള്ളത് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ മറ്റൊരു കാലവർഷം അടുത്തെത്തി നിൽക്കുമ്പോൾ ഭീതിയോടുകൂടിയാണ് പ്രിയപ്പെട്ടവർ ഉള്ളത്. ഈ പ്രദേശത്തൊന്നും ഇനി വീട് വെക്കാൻ പാടില്ല എന്ന് സർക്കാർ പ്രത്യേകം കളക്ടർ ഓർഡർ ഇട്ടിരിക്കുക. പിന്നെ ഞങ്ങൾ എവിടെ താമസിക്കുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അവർ നൽകുന്നില്ല. വളരെ സങ്കടകരമാണ്. ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഈ റോഡിൻ്റെ ദയനീയമായ അവസ്ഥ നമ്മൾ കാണുകയാണ്. 2 വർഷം പിന്നിടുകയാണ്. പുതിയ സർക്കാർ സത്വരമായ ശ്രദ്ധ ഈ മേഖലകളിൽ
ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ ഒരു വലിയ പ്രതീക്ഷ ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. ഈ ദുരന്തത്തിൽ മരിച്ചുപോയ നൂറുകണക്കിന് ആളുകൾ എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഏറെ പ്രത്യേകമായി ഈ പ്രദേശത്ത് ഉരുൾപൊട്ടുണ്ടായ നിമിഷം എല്ലാവരെയും സഹായിക്കാൻ മുൻനിരയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച ശ്രീ മാത്യു കുളത്തെങ്കിൽ, അദ്ദേഹത്തിൻ്റെയും ഓർമ്മകളുടെ മുൻപിൽ നമ്രശിരസ്കരായി നാം നിൽക്കുകയാണ്. അവരുടെ സമർപ്പണമാണ് ഇന്ന് നമുക്കുള്ള ഈ ഭവനങ്ങളെല്ലാം പിന്നിലുള്ളതെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാകുമ്പോൾ ഏറ്റവും കൃതജ്ഞത എല്ലാവരോടും കൂടെ ഉള്ളത് പ്രിയപ്പെട്ട രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ അബ്രാഹം വയലിൽ. പ്രവർത്തനങ്ങളെ ആരാണ് ഏകോപിപ്പിക്കുക? അത് അച്ഛനെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഈ നിമിഷം വരെ എല്ലാം ഏറ്റവും ഭംഗിയായിട്ട് തീർത്തിരിക്കുകയാണ്. അച്ഛൻ സഹായം തേടിയത് COD ഡയറക്ടർ പ്രിയപ്പെട്ട സായി അച്ഛനാണ്. സായി അച്ഛൻ ഇതിൻ്റെ പിന്നിലെല്ലാം അരഹോരാത്രം പ്രവർത്തിച്ചു. 100-ലധികം തവണ ഈ വെലങ്ങാട് പ്രദേശത്തെ അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. സായി അച്ഛൻ, ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും പറയും, എപ്പോഴും പോകേണ്ട ആവശ്യമില്ല, നിർദ്ദേശങ്ങൾ നൽകിയാൽ മതി. അല്ല, ഓരോ വീട് വെഞ്ചരിക്കുമ്പോഴും തറക്കല്ലിടുമ്പോഴും അതിൻ്റെ പ്രവർത്തന പുരോഗതി മനസ്സിലാക്കുന്നതിനും അച്ഛനിവിടെ കടന്നു. ഒരു വലിയ കഠിനാധ്വാനം. ഈ പ്രദേശത്ത് തന്നെയുള്ള പ്രിയപ്പെട്ട ആൽബിനായിരുന്നു CODയുടെ പ്രവർത്തകരിൽ ഒരാൾ. ആൽബിൻ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി. 3 പേരെയും പ്രിയപ്പെട്ട ജനറൽ അച്ഛൻ, COD ഡയറക്ടർ സായി അച്ഛൻ, സഹായിച്ച ആൽബിൻ, 3 പേരെയും ഞാൻ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ്. അവരുടെ സമർപ്പണമില്ലായിരുന്നെങ്കിൽ, വളരെ പ്രൊഫഷണലായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി നടത്തിയില്ലായിരുന്നെങ്കിൽ നമുക്കിത് സാധ്യമാകുമായിരുന്നില്ല. നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നേ ദിവസം നമുക്കിത് സാധ്യമാക്കി തന്ന ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുള്ള വലിയ നന്ദി പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.